മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്കും മകൾക്കും CPM-നും യഥാർത്ഥത്തിൽ ആശ്വാസമാണ്. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ തുടർ നടപടികൾ വളരെയധികം നിർണായകമാകും. ആരോപണങ്ങൾക്കും തെളിവുകൾക്കും വസ്തുതകൾക്കും പിൻബലമില്ലെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇത് ഹർജിക്കാരനേക്കാൾ പ്രതിപക്ഷത്തിനേറ്റ ആഘാതം കൂടിയാണെന്ന് പറയാം. പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് പറയാൻ മാസപ്പടി കേസിലെ കോടതി വിധിയാകും ഇടതുപക്ഷം ഇനി കൂടുതൽ ആശ്രയിക്കുക. എന്നാൽ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം CPM-ന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണത്തെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വാദമുയർത്താൻ CPM-ന് വലിയ രീതിയിൽ സഹായമായി മാറിയിട്ടുമുണ്ട്. SFIOയുടെ അന്വേഷണവും തുടർ നടപടികളും സമാന്തരമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടേൽസ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനി തങ്ങൾക്ക് നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് പ്രതിഫലം നൽകിയെന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇനിയും ചർച്ചകളിൽ തുടരുമെന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. 2017-2020 കാലയളവിൽ വിവിധ ഘട്ടങ്ങളിലായി CMRL 1.72 കോടി രൂപ എക്സാലോജിക്കിന് നൽകിയെന്ന തെളിവുകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പണത്തിന് വീണ നികുതി അടച്ചിട്ടുണ്ടെന്ന കണ്ടെത്തലും കേസിന് കൂടുതൽ ബലം നൽകി. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ ആധാരമാക്കിയിട്ടാണ് SFIO കേസിൽ വിശദാംശങ്ങൾ കൂടുതലും തേടുന്നത്. CMRL നിന്നും പണം വാങ്ങിയ ഏതുതരം സേവനത്തിൻ്റെതാണെന്ന് തെളിവുകൾ എക്സലോജിക് ഇനിയും അന്വേഷണ ഏജൻസികൾക്കും നൽകിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്ത എക്സലോജിക് കർണാടക ഹൈക്കോടതി നൽകിയ ഹർജി തള്ളി. ഡൽഹി ഹൈക്കോടതിയിലും കേസ് തുടരുകയാണ്. കേസ് CBIക്ക് SFIO റെഫർ ചെയ്യുമെന്ന സൂചനകളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ SFIO അന്വേഷണത്തെ പ്രതിരോധിക്കാൻ രാഷ്ട്രീയ നിലപാടിനേക്കാൾ നിയമപരമായ വഴികളും CPM-ന് ആവശ്യമായി വരും. എക്സാലോജിക് CMRL മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയത് നിർണായക പരാമർശങ്ങളുമായിട്ടായിരുന്നു. മാത്യു കുഴൽനാടൻ MLA-യും പൊതുപ്രവർത്തകനായിരുന്ന പരേതനായി ഗിരീഷ് ബാബുവും സമർപ്പിച്ച റിവ്യൂ ഹർജികളാണ് ജസ്റ്റിസ് K. ബാബു പ്രധാനമായിട്ടും തള്ളിയത്. പരാതികളിൽ അഴിമതികളിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകളില്ലെന്നും മുഖ്യമന്ത്രിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനുള്ള തെളിവുകൾ ഇല്ലെന്നുമുള്ള വിജിലൻസ് കോടതിയുടെ വിലയിരുത്തൽ ശരിവെച്ചാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ ഡിവിഷണൽ ബെഞ്ചിൽ ഹർജി എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.